Hello friends, this is Milan and welcome back to my channel. അപ്പോൾ നമ്മുടെ ചാനലിലെ രണ്ടാമത്തെ Q&A സെക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ വീഡിയോസിന് താഴെ വരുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ Q&A സെക്ഷൻ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഹാൻഡ് പിക്ക് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനുള്ള ആൻസേഴ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്ന മുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടണും നിങ്ങൾ മറക്കാൻ എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആപ്പിൾ മലയാളം ഒഫീഷ്യൽ എന്നാണ്. അത് ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഗോ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ലിങ്ക് ഇസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ എത്ര ആപ്പിൾ ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര ആപ്പിൾ ഡിവൈസുകളുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു ആപ്പിൾ ഇൻസ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഇതിനോട് കടക്കാനുള്ള എന്നെ ഇൻസ്പയർ ചെയ്ത കാര്യം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും ഏകദേശം ഒരുമിച്ച് റിലേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് ഉത്തരം തരാമെന്ന് പറഞ്ഞാൽ. അപ്പം ആദ്യം ഞാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ആപ്പിളിൻ്റെ എല്ലാ ഡിവൈസുകളും നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് എനിക്കുള്ള ആപ്പിൾ ഡിവൈസസ്. ഞാൻ ഉപയോഗിക്കാത്തതായിട്ടുള്ള എൻ്റെ എല്ലാ ആപ്പിൾ ഡിവൈസസുമാണ് ഇത്. പക്ഷേ ഇതിൽ രണ്ട് ഡിവൈസ് മിസ്സിംഗ് ഉണ്ട്. ഒന്ന് എൻ്റെ ഒരു വൈറ്റ് ഐഫോൺ 3GS അതേപോലെ തന്നെ ഒരു 3G മിസ്സിംഗ് ഉണ്ട്. പിന്നെ ഉള്ളത് അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ 3GS ആണ്, ബ്ലാക്ക് എഡിഷൻ 8GB. ഇത് ഇപ്പോൾ വർക്കിംഗ് അല്ല, ഇത് നിങ്ങൾക്കിവിടെ നോക്കി അറിയാം. ഇത് ഞാൻ അയച്ച് പാർട്സ് ആക്കി വെച്ചേക്കുവാണ്. ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അതിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ്, മദർ ബോർഡ്, അതിനകത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതുണ്ടോ, ഇങ്ങനെയായിരുന്നു ഏറ്റവും ആദ്യത്തെ ഐഫോൺ ഇരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തെ ടെക്നോളജി എന്ന് പറയുന്നത് ഇതായിരുന്നു. പിന്നെ ഇത് അതിൻ്റെ ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേയിൽ നിങ്ങൾക്കിവിടെ നോക്കി അറിയാം, ഈ കാണുന്ന ഒരു ഡിസ്പ്ലേയുടെ ഒരു മാർക്കിങ് നിങ്ങൾക്ക് കാണാം. ഇതായിരുന്നു എനിക്ക് ഈ ഒരു ഡിവൈസിൽ ഏറ്റവും ആദ്യം വന്നൊരു കുഴപ്പമെന്ന് പറയുന്നത്. ഇത് അപ്പോൾ ഈ ഒരു സംഭവം വന്നത് സ്കൂട്ടറിൻ്റെ സീറ്റിനകത്ത് വെച്ച് ഈ ഡിവൈസ് ഇട്ടുകൊണ്ട് പോയതിന് ശേഷമാണ്. ഈ വന്ന സമയത്ത് ഇതിങ്ങനെ അല്ലായിരുന്നു ഇരുന്നത്, ചെറിയൊരു പൊട്ട് പോലെ ഉള്ളായിരുന്നു. പിന്നെ അത് സ്പ്രെഡായി പിക്സൽസ് ഡെഡായി ഇങ്ങനെയായി. പിന്നെ അത് ഡിസ്പ്ലേ ബേണായി. അങ്ങനെയാണ് ഇതിങ്ങനെ ആയത്. പിന്നെ അത് കംപ്ലീറ്റ് ഡെഡായി. പിന്നെ ഉള്ളത് നമ്മുടെ ഐപോഡാണ്. ഈ ഐപോഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇത് ഐപോഡ് 4th ജനറേഷൻ ആണ്. ഇതിന് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഉണ്ട്. പിന്നെ ഇത് കൂടാതെ ഒരു ഐപോഡ് 2nd ജനറേഷൻ എനിക്കുണ്ടായിരുന്നു. അത് ഈ ഐഫോൺ 3G വന്നതാണ്. അത് ഉണ്ട്, അതും സ്റ്റിൽ വർക്കിംഗ് ആണ്. പക്ഷേ അതിൻ്റെ ഡിസ്പ്ലേ കാണത്തില്ല, ഒരു മങ്ങിയ കളറാണ്. പക്ഷേ ഇത് ഇപ്പോഴും വർക്കാവും. ഇത് പെർഫെക്റ്റ്ലി ഒരു കുഴപ്പമില്ലാതെ വർക്കാവുന്നതാണ്. പക്ഷേ ചാർജ് ഇല്ല. ഇത് നിങ്ങൾക്കറിയാം, ഇത് 30 പിൻ കണക്ടറാണ്. നിങ്ങൾക്കറിയാം, അന്നത്തെ നമ്മളുടെ ലൈറ്റനിങ് അല്ല, 30 പിൻ കണക്ടറാണ്. അപ്പോൾ 30 പിൻ കണക്ടർ വർക്കിംഗ് ആയിട്ടുള്ള കൊള്ളാവുന്ന 30 പിൻ കണക്ടർ ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ഇപ്പോൾ ചാർജ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഇതെല്ലാം വർക്കിംഗ് ആണ്. പിന്നെ ഉള്ളത് എൻ്റെ iPhone 4 ആണ്. ഇതായിരുന്നു ഞാൻ എൻ്റെ 3GS വൈറ്റ് 3GS കഴിഞ്ഞ ശേഷം ഞാൻ ഉപയോഗിച്ച ഇതായിരുന്നു. ഇതിങ്ങനെ അല്ലായിരുന്നു കിട്ടിയപ്പം. നിങ്ങൾ ഈ ഒരു കോലം കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡിവൈസ് ഞാൻ 2016 വരെ ഈ ഒരു ഡിവൈസ് ഞാൻ ഉപയോഗിച്ചാണ്. 16 ഏറ്റവും അവസാനമായപ്പോഴാണ് ഇത് ഈ കോലത്തിലായത്. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു ഡിവൈസ് 30 പിൻ കണക്ടർ വെച്ച് ചാർജ് ചെയ്താൽ ഇതിപ്പോഴും വർക്കാവും. ഇതിൽ നിന്ന് ഞാൻ ഒരു 2-3 മാസം മുന്നേ ഈ ഒരു ഡിവൈസ് ഓണാക്കി ഞാൻ ഇതിനകത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഈ ഒരു ഡിവൈസ് വർക്കാവും. അതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ആൻഡ്രോയിഡ് ഫോണാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. ഇത് ഓണാകത്ത് പോലും ഇല്ലായിരിക്കും. പക്ഷേ ആപ്പിളിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഐഫോണിൻ്റെ കാര്യത്തിൽ എനിക്കത് ഗ്യാരണ്ടി ചെയ്യാം. രണ്ട് കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടി ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഒന്ന് ബിൽഡ് ക്വാളിറ്റി, രണ്ട് നമ്മുടെ പ്രൈവസി. ഈ രണ്ട് കാര്യത്തിലും ആൻഡ്രോയിഡ് എന്തൊക്കെ, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് യൂസേഴ്സ് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ആപ്പിളിനെ പൊട്ടിക്കാൻ ആകത്തുമില്ല. നിങ്ങൾക്കറിയാം, ഇനി ഇറങ്ങാൻ പോകുന്ന iPhone 12 എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ബോക്സി ഡിസൈൻ ആയിരിക്കും. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോക്സി ഡിസൈൻ ഫുൾ സ്ക്രീനുള്ള ഡിസ്പ്ലേയിലേക്ക് വരുമ്പം അതൊരു വേറിട്ട അനുഭവം തന്നെ ആയിരിക്കും. പിന്നീട് വന്ന ഡിവൈസാണ്, ഞാൻ ഉപയോഗിച്ച ഡിവൈസ് എൻ്റെ SE ആണ്, iPhone SE. ഈ iPhone SE ആയിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് ഇടയ്ക്ക് എനിക്ക് ഈ ഒരു 5S കിട്ടിയത്. ഈ ഒരു iPhone SE നെ പറ്റി പറയുകയാണെങ്കിൽ, ഈ iPhone SE ആണ് ഞാൻ എൻ്റെ 10S അപ്ഗ്രേഡ് ചെയ്യുന്നതിന് മുന്നേ വരെ, ഞാൻ 2018 വരെ ഈ ഒരു ഡിവൈസ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ iPhone 10S വാങ്ങുന്നത്. അപ്പം 10S പറ്റി ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷമാണ് ഈയിടെയാണ് ഞാൻ iPhone 7 എടുത്തത്. സെക്കൻഡ് യൂസ്ഡ് iPhone 7 ആണ്. ഇതും വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്ന, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിനൊക്കെ പുറമെയാണ് ഇപ്പം ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന iPhone SE. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഐഫോൺ ശേഖരം എന്ന് പറയുന്നത്. ഇതല്ലാതെ എൻ്റെ മറ്റുള്ള ആപ്പിൾ ഡിവൈസ് എന്ന് പറയുന്നത്, ഒന്ന് എൻ്റെ ആപ്പിൾ TV ആണ്. ഇത് ആപ്പിൾ TV 3rd ജനറേഷൻ ആണ്, 4K ഒന്നുമല്ല. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആണ്. ഞാൻ നേരത്തെ നമ്മുടെ ഈ ചാനലിലെ ആദ്യത്തെ കുറേ വീഡിയോസിൽ ഞാൻ ഈ ഒരു ആപ്പിൾ TV ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ റിമോട്ടാണ്. പിന്നെ ഉള്ളത് എൻ്റെ iPad. അപ്പം 2 iPad ഉണ്ട്. ഒന്ന് ഇത് iPad 2nd ജനറേഷൻ,
ഇത് സെക്കൻഡ് ജനറേഷൻ ഐപാഡാണ്. നിങ്ങൾക്ക് ആ ഒരു കർവിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം. ഇതിന് കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാറ്ററിക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ബാറ്ററി ഞാൻ ഒന്ന് റീപ്ലേസ് ചെയ്തതാണ്. അതിന് ശേഷം പിന്നെയും എന്തോ ഒരു ബാറ്ററിക്ക് ഇഷ്യൂ വന്നു. അല്ലാതെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ 30 പിൻ കണക്ടർ വെച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിപ്പോൾ എടുക്കും. അതായത് ബാറ്ററിയിൽ സെൽഫ് എടുക്കത്തില്ല, പക്ഷേ ചാർജർ കണക്ട് ചെയ്തുകൊണ്ട് ഇതെനിക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് നമ്മുടെ ഐപാഡ് 6th ജനറേഷൻ ആണ്. ഈ ഒരു ഐപാഡാണ് ഇപ്പം ഞാൻ എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്നത്. നമുക്ക് ഐപാഡ് OSനെ പറ്റിയുള്ള വീഡിയോ ഞാൻ തീർച്ചയായിട്ടും താമസിക്കാതെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് ഐപാഡിൻ്റെ കൂട്ടത്തിൽ എനിക്കുള്ളത്. അപ്പം ഇതിനെല്ലാം പുറമെ എനിക്കുള്ള മറ്റൊരു ഡിവൈസാണ് നമ്മുടെ മാക്ക്. ഇത് മാക്ബുക്ക് എയർ ആണ്, 2012 മോഡലാണ്. അപ്പം ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ള ആപ്പിൾ ശേഖരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് എൻ്റെ 10th ക്ലാസ് ആ സമയത്താണ് iPhone 3G എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. എനിക്കന്ന് ഐഫോണിനെ കുറിച്ചോ അല്ലെങ്കിൽ ആപ്പിളിനെ കുറിച്ചോ അധികമൊന്നും അറിയത്തില്ല, ഇങ്ങനെ ന്യൂസിൽ കേട്ടിട്ടുള്ളതല്ലാതെ. അതിനുശേഷം ഈ ഒരു iPhone 3G എന്ന് പറയുന്നത് എൻ്റെ പപ്പ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസിന് എന്നെ പറ്റിയെന്ന് വെച്ചാൽ ഈ ഒരു iPhone 3G US കൊണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടിലെ സിം ഇട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം കാരിയർ അൺലോക്ക് ചെയ്തിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതൊരു പെർമനൻറ്റ് കാരിയർ അൺലോക്ക് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പം പിന്നീട് സിം ഇട്ടപ്പം എടുക്കത്തില്ല, സെർച്ച് ചെയ്യുന്ന പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പം ഇതിനു വേണ്ടി പല കടകളിലൊക്കെ കൊണ്ട് കാണിച്ച് അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പം ഞാൻ തന്നെ സോഫ്റ്റ്വെയർ യൂട്യൂബിൽ വീഡിയോ കണ്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ഇതിനോടുള്ളൊരു സോഫ്റ്റ്വെയറുമായിട്ടുള്ളൊരു കമ്പം വന്നത്. അങ്ങനെ 2-3 ദിവസം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ iTunes വഴി എങ്ങനെ ബാക്കപ്പ് എടുത്ത്, അതുപോലെ തന്നെ ഡേറ്റാസ് എങ്ങനെ വൈപ്പ് ചെയ്യാം, അതിനുശേഷം റീസ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ എല്ലാം ജെയിൽ ബ്രേക്കിംഗ് വരെ എങ്ങനെ ചെയ്യേണ്ടത്, അതിനകത്ത് ലോഡർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അന്ന് ജെയിൽ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് തന്നെ ഒരു ട്വീക്ക് ഉണ്ടായിരുന്നു. ആ ട്വീക്ക് ഉപയോഗിച്ച് തന്നെയാണ് നമ്മളുടെ ഈ ഒരു കാരിയർ അൺലോക്കിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ആ ട്വീക്ക് കിട്ടത്തില്ല. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ച് വന്നപ്പം ഇതിനോടൊരു സോഫ്റ്റ്വെയറിനോടൊരു താല്പര്യം തോന്നി. അന്ന് മുതലാണ് ഞാൻ ആപ്പിളിൻ്റെ ഒരു ഫാനാണ്, അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയറിനോടുള്ളൊരു റിലേഷൻഷിപ്പ് തുടങ്ങി. അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ വന്നത് തന്നെ. അല്ലാതെ ജസ്റ്റ് ഒരു പ്രൈഡ് കാണിക്കാൻ വേണ്ടി ആപ്പിൾ ലോഗോ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉപരി ഇതിന് സോഫ്റ്റ്വെയറിനോടാണ് ഒരു താല്പര്യം തോന്നിയത്. അതിലേക്കാണ് ആദ്യം വന്നത്. അതിന് ശേഷമാണ് മൊത്തത്തിലുള്ള ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഈ എക്കോ സിസ്റ്റത്തിനോട് മൊത്തം ഒരു അടുപ്പം തോന്നി, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തോന്നിയത്. പിന്നെ രണ്ടാമത്തെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് നമ്മളുടെ ബെസ്റ്റ് ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ്ങിന് പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണെന്നുള്ളത്. നിലവിൽ നമ്മുടെ iPhone 8 മുതൽ മേലിലേക്ക് iPhone 11 Pro വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് 12 watt അഡാപ്റ്റർ. അത് ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ 12 watt അല്ല, ഇച്ചിരി കൂടെ ഫാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 18 watt ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്ക് അത് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 30 watt അഡാപ്റ്റർ ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മുടെ ആപ്പിൾ ഓൺലൈൻ സ്റ്റോറിലുണ്ട്, അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു 18 wattും 30 watt അഡാപ്റ്റർ മേടിക്കുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നിങ്ങൾ USB Type-C to ലൈറ്റ്നിങ് കേബിൾ വാങ്ങണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു 18ഉം 30 watt അഡാപ്റ്ററും വാങ്ങുമ്പം തീർച്ചയായും കേബിളും കൂടെ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നീട് മൂന്നാമത്തെ ചോദ്യമാണ്, ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, iPhone 12 ഇറങ്ങാൻ പോവാണ്. ഈ 13-ാം തീയതിയാണ് ഇനീഷ്യൽ ലോഞ്ച്. അപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പല യൂസേഴ്സും ഈ ഒരു 12 ഇറങ്ങുമ്പം 11 അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഡിവൈസുകളുടെ എല്ലാം പ്രൈസ് കുറയും എന്ന് കരുതി അതെടുക്കണോ, 11 Pro 11 എടുക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും 12 ഇറങ്ങി കഴിയുമ്പം നമ്മുടെ 10s സംഭവിച്ച പോലെ 11 Proയും 11 Pro Maxും ആപ്പിൾ ഡിസ്കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് പിന്നെ നമ്മുടെ സൈറ്റിലോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ഷോപ്പിൽ വാങ്ങാൻ കിട്ടുമായിരിക്കും. പക്ഷേ അതിൻ്റെ പ്രൈസ് സെയിം ആയിരിക്കും. കാരണം ആപ്പിൾ റിഡക്ഷൻ കൊണ്ടുവരാൻ പോകുന്നത് iPhone 11 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ 11 സീരീസിൽ അല്ലെ 11 ലൈനപ്പാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം 10R പ്രൈസിൽ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും താഴെ മേ ബി നമുക്ക് 11 അവൈലബിൾ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 11 Pro 11 Pro Maxോ ഈ ഒരു 12 പ്രഖ്യാപിച്ചതിന് ശേഷം കിട്ടത്തില്ലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് 11 അവൈലബിൾ ആവും. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഡിവൈസുകൾ. എനിക്കറിയാം ബഡ്ജറ്റിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എടുക്കാൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ചോദ്യം വരുന്നതാണ് 7+ എടുക്കണോ അല്ലെ 7 എടുക്കണോ 6s ഒക്കെ എടുക്കണോ എന്നുള്ളത്. നമ്മൾ എപ്പോഴും സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഫസ്റ്റ് ആണെങ്കിലും നിങ്ങൾ എടുക്കുമ്പം എപ്പോഴും മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമുണ്ട്. എനിക്കറിയാം ബഡ്ജറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ നിങ്ങൾ ആ ബഡ്ജറ്റിനകത്താണ് നിൽക്കുന്നെങ്കിലും വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന സംഭവമുണ്ട് എപ്പോഴും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി 2021 2 മാസം കൂടെ കഴിഞ്ഞാൽ കയറുവാണ്. അപ്പം 6s എന്ന് പറയുന്നതിൻ്റെ കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാലാവധി തീർന്നു. ഈ iOS 14 അതിൻ്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ടും തീർന്നു, എല്ലാ കാര്യങ്ങളും തീർന്നു. അതുകൊണ്ട് ബഡ്ജറ്റിൽ നിങ്ങൾ നിൽക്കുവാണെങ്കിലും സെക്കൻഡ് ഹാൻഡ് ഐഫോൺ ആണ് നോക്കുന്നെങ്കിലും തീർച്ചയായിട്ടും 6s നിങ്ങൾ ഓപ്റ്റ് ചെയ്യില്ല. അതിന് പകരം നിങ്ങൾക്ക് iPhone 7 നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര ടൈറ്റ് ബഡ്ജറ്റിനകത്താണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 7 ഓപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10R അല്ലെങ്കിൽ 8 8 പ്ലസോ, അത് പ്ലസ് സൈസ്
ഇഷ്ടമുള്ളവർക്ക് അത് നോക്കാം. അതോടൊപ്പം തന്നെ എടുക്കുമ്പം കുറേ കാര്യങ്ങൾ യൂസ്ഡ് ഐഫോൺസിനെ പറ്റിയുള്ളൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഐ ബട്ടണിൽ നിന്ന് നിങ്ങൾക്ക് നോക്കാമെന്നാണ്. അപ്പം അതൊന്ന് പോയി കാണുക, അതിന് ശേഷം നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. പിന്നെ ഉള്ളതാണ് നമ്മുടെ iPhone 12 120 Hz വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. എനിക്കറിയാം ഈ ഒരു 120 Hz എന്നുള്ള ഒരു കോൺസെപ്റ്റിനോട് യോജിക്കുന്നവരും ഉണ്ടാകും, യോജിക്കാത്തവരും ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പേഴ്സണൽ ടേസ്റ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഒപ്പീനിയനാണ് നമ്മുടെ ഇത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 120 Hz എന്ന് പറയുന്നത് 2020 ഒരു മസ്തിങ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫീച്ചർ ആപ്പിളിൽ ഈ iPhone 12 കൊടുക്കുന്നില്ല എന്നുള്ള ഒരു സ്ഥിതിക്ക് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ച് iPhone 12 120 Hz കാണാനുള്ള സാധ്യതയില്ല. അത് പ്രോ മോഡൽസിലാണ് വരുന്നുള്ളൂ, അത് ലോവർ എൻഡ് മോഡൽസിലൊന്നും തന്നെ വരത്തില്ല. അതുകൊണ്ട് തന്നെ iPhone 12 Proയിലും 12 Pro Maxിലും 120 Hz റിഫ്രഷ് റേറ്റ് കാണാൻ സാധ്യതയില്ല. പിന്നീട് വന്നൊരു ചോദ്യമാണ് എൻ്റെ എഡിറ്റിംഗ് സെറ്റപ്പ് എന്താണെന്നുള്ളത്. നിങ്ങൾ ഈ ബാക്കിൽ കാണുന്ന അതാണ് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഹാക്കൻടോഷ്. മാക്കൻടോഷ് അല്ല, ഹാക്കൻടോഷ്. നേരത്തെ എനിക്കൊരു മാക്ബുക്ക് പ്രോ ഉണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു മാക്ബുക്ക് എയർ ഉണ്ടായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഫൈനൽ കട്ട് പ്രോ ആണ്. അതാണ് ഇച്ചിരി കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. വളരെ ഈസിയാണ് നമുക്ക് ഉപയോഗിക്കാൻ, കാരണം നമുക്ക് അധികം കോംപ്ലിക്കേഷൻസ് ഇല്ല. എനിക്കറിയാം പ്രീമിയർ പ്രോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ധാരാളം എഫക്ട്സോ അല്ലെങ്കിൽ ധാരാളം ഓപ്ഷൻസ് നമുക്ക് അവിടെ വൈഡ്ലി അവൈലബിൾ ആണ്. പക്ഷേ FCPക്കകത്ത് നമുക്ക് എന്താ പറയുന്നത്, ഏതൊരു കൊച്ചിന് പോലും മനസ്സിലാകും എന്താണ് എന്നുള്ളത്. അപ്പം ഈസി ഓഫ് യൂസ്, ഈസി ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ FCP തന്നെയാണ് ഇത്രയും നാളുകളായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഹാക്കൻടോഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു ഹാക്കൻടോഷിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാം. അപ്പം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാൻ. ഈ ഒരു ബിൽഡ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ചെയ്തൊരു ബിൽഡാണ്. അതിലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വൺസ് അഗെയിൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.